ദിനംപ്രതി പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാത 66-ലെ ഈ കുമ്പളം അരൂർ പാലം, ഈ പാലത്തിൽ പലയിടത്തായി രൂപപ്പെട്ടിരിക്കുന്ന കുഴി കണ്ടു കഴിഞ്ഞാൽ ചെറുതാണെങ്കിൽ പോലും അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുത് തന്നെയാണ്. ബൈക്കിലൂടെയും ഓട്ടോയിലൂടെയും വരുന്ന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപരിചിതരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നതെങ്കിൽ പറയാനും വേണ്ട, ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്ക് പോലും ഇടയാക്കും. ഇവിടെ കാണുന്ന ഓരോ ഇടത്തെയും കുഴികൾ ഓരോ ദിവസവും വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത അധികൃതർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാൻ ഇന്നലെ ഭാഗ്യം കൊണ്ട് ചാകാണ്ട് രക്ഷപ്പെട്ട ഇവിടെ രാത്രി വന്നപ്പോൾ പറ്റെത്തിയപ്പോഴാണ് കുഴി കാണുന്നത്. ഒരു ചവിട്ടി കൂട്ടിയിട്ട് പുറകിൽ തന്നെ വണ്ടിക്കാരൻ ഭാഗ്യം കൊണ്ട് ചവിട്ടി ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവിടെ പടം വരക്കാനും. ഓട്ടോ ഡ്രൈവർമാർക്കോ ടൂ വീലറുകാർക്കാണ് ഈ റോഡിൻ്റെ പണി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ടൂ വീലറുകാർ അലിച്ച് വീഴുകയാണ്. ഞങ്ങളെയൊന്ന് കുഴി ചാടി ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പണി വന്നു കഴിയുമ്പോൾ നാശകോശത്തിലാകുകയാണ്. 1 രൂപ വീട്ടിൽ അരിമരിക്കാൻ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. എല്ലാ ദിവസവും കുഴി വന്ന് വീണ അപകടമാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഒരു മരണം വരെ സംഭവിക്കുന്നത് വലിയ കുഴിയായത്. വീട്ടിൽ ചെല്ലുമ്പോൾ നടുവിൻ്റെ യാപ്പ് തുടങ്ങിയാണ്, ആ രീതിയിലാണ് പോകുന്നത്. ഒരു രക്ഷയില്ല. ചീറിപ്പാഞ്ഞെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഒരുപക്ഷെ ഈ കാണുന്ന കുഴി കാണണമെന്നില്ല. പതിയിരിക്കുന്നത് വലിയ അപകടങ്ങളാണ്. രാത്രിയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. വെളിച്ച സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഈയിടത്ത് ദേശീയപാത അധികൃതർ കണ്ണടച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഓരോ ആക്സിഡൻ്റ് ആയാലും ടൂ വീലറുകാരാണെങ്കിലും കാറുകാരാണെങ്കിലും എല്ലാവരും ഭയങ്കര അപകടത്തിൽപ്പെടുന്ന റോഡാണ്. പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്, ഈ കുഴികളിൽ വീഴുന്നത്. വണ്ടിയുടെ ടയറും ബെയറിങ്ങും ഈ ഫ്രണ്ട് വീല് ആക്സിലൊക്കെ എല്ലാം ഓടിയും. നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ ഉള്ള ഓട്ടം നമുക്ക് കിട്ടുള്ളൂ. അതിനേക്കാളും കൂടുതൽ നഷ്ടമാണ് നമുക്ക് വരുന്നത്. ഒരു കണക്കിനൊക്കെ തള്ളിക്കയറ്റി കൊണ്ടുപോകാൻ, പാലം മൊത്തം കുഴിയാൻ, ആ ജോയിന്റ് യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്നും ടോൾ പണം ഈടാക്കാനുള്ള അതേ ജാഗ്രത ദേശീയപാത അധികൃതർ ഈ മരണക്കുഴികൾ അടക്കാനും കാണിക്കണം. കേവലം തട്ടിക്കൂട്ട് പണികൾ കൊണ്ട് ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കരുത്. അവർ നൽകുന്നത് കേവലം ടോൾ പണം മാത്രമല്ല, അവരുടെ ജീവൻ്റെ വില കൂടിയാണ് എന്ന് ദേശീയപാത അധികൃതർ തിരിച്ചറിയണം. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.